ഓം ശാന്തി. 28/6/2026 അവ്യക്ത ബാബ്ദാദ മധുബൻ. റിവൈസ് കോഴ്സ് 30/11/2010. മുരളിയുടെ ടൈറ്റിലാണ് ഓരോ മണിക്കൂറിലും 5 സ്വരൂപങ്ങളുടെ വ്യായാമം ചെയ്ത് മനസ്സിനെ ശക്തിശാലിയാക്കൂ. ബാബ തന്നെ ലോകമാകുമ്പോൾ സംസ്കാരവും ബാബയെ പോലെ ആക്കൂ. ഇന്ന് ബാബ്ദാദ ഏകദേശത്തിൽ നിന്നുള്ള കുട്ടികളുമായി കൂടിക്കാഴ്ച നടത്താനാണ് വന്നിരിക്കുന്നത്. അതാണ് എല്ലാവരുടെയും യഥാർത്ഥ രാജ്യം. ഏകരാജ്യം എത്ര മനോഹരമാണെന്ന് അറിയാമല്ലോ. ബാബ്ദാദയും ആ ദേശത്തിൽ നിന്ന് എല്ലാ കുട്ടികളെയും കാണാൻ വന്നിരിക്കുന്നു. കുട്ടികൾക്ക് ബാബയെ കാണുന്നതിൻ്റെ സന്തോഷമാണ്, ബാബയ്ക്ക് കുട്ടികളെ കാണുന്നതിൻ്റെ സന്തോഷമാണ്. ഇന്ന് ബാബ്ദാദ എല്ലാ കുട്ടികളുടെയും സ്വരൂപങ്ങളെ, പ്രത്യേകിച്ച് 5 രൂപങ്ങളെയാണ് കാണുന്നത്. അതുകൊണ്ട് 5 മുഖങ്ങളുള്ള ബ്രഹ്മാവിൻ്റെയും മഹിമയുണ്ട്. അപ്പോൾ നിങ്ങളുടെ 5 സ്വരൂപങ്ങൾ അറിയാമല്ലോ. ആദ്യത്തേതാണ് എല്ലാവരുടെയും ജ്യോതി ബിന്ദു സ്വരൂപം. നിങ്ങളുടെ മുന്നിൽ വന്നില്ലേ? എത്ര തിളക്കമുള്ള മനോഹരമായ സ്വരൂപമാണ്. രണ്ടാമത്തേത് ദേവതാരൂപമാണ്. ആ രൂപവും വളരെ പ്രിയപ്പെട്ടതും വേറിട്ടതുമാണ്. മൂന്നാമത്തെ രൂപമാണ് മധ്യത്തിൽ പൂജനീയ രൂപം. നാലാമത്തെ രൂപം സംഗമയുഗത്തിലെ വാസിയായ ബ്രാഹ്മണ രൂപം. അതും വളരെ മഹത്വമുള്ളതാണ്. അഞ്ചാമത്തെ രൂപം ഫരിഷ്ത രൂപം. ഈ 5 രൂപങ്ങളും വളരെ പ്രിയപ്പെട്ടതാണ്. ബാബ്ദാദ ഇന്ന് കുട്ടികൾക്ക് മനസ്സിൻ്റെ വ്യായാമം പഠിപ്പിക്കുന്നു. കാരണം മനസ്സ് ചിലപ്പോൾ കുട്ടികളെ തന്നിലേക്ക് ആകർഷിക്കുന്നു. ഇന്ന് ബാബ്ദാദ മനസ്സിനെ ഏകരസമാക്കുന്നതിനുള്ള വ്യായാമം പഠിപ്പിക്കുന്നു. ദിവസം മുഴുവൻ ഈ 5 രൂപങ്ങളുടെ വ്യായാമം ചെയ്യുകയും അനുഭവം ചെയ്യുകയും ചെയ്യൂ. ഏത് രൂപത്തെക്കുറിച്ച് ചിന്തിച്ചാലും അത് മനസ്സിൽ അനുഭവം ചെയ്യണം. ജ്യോതി ബിന്ദു എന്ന് പറയുമ്പോൾ തന്നെ തിളങ്ങുന്ന രൂപം മുന്നിൽ വന്നതുപോലെ 5 രൂപങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവന്ന് അനുഭവം ചെയ്യണം. ഓരോ മണിക്കൂറിലും 5 സെക്കൻഡ് ഈ പരിശീലനത്തിനായി ചിലവഴിക്കുക. 1 സെക്കൻഡ് അല്ലെങ്കിൽ 5 മിനിറ്റ് ചെയ്യൂ. ഓരോ രൂപവും മുന്നിലേക്ക് കൊണ്ടുവന്ന് അനുഭവം ചെയ്യുക. മനസ്സിനെ ഈ ആത്മീയ വ്യായാമത്തിൽ തിരക്കിലാക്കി വയ്ക്കൂ. എങ്കിൽ മനസ്സ് വ്യായാമത്തിലൂടെ സദാ സുഖമായിരിക്കും. ശാരീരിക വ്യായാമം ശരീരത്തെ ആരോഗ്യത്തോടെ നിലനിർത്തുന്നത് പോലെ ഈ വ്യായാമം മനസ്സിനെ ശക്തിശാലിയാക്കി വയ്ക്കും. മനസ്സിൽ 1 നിമിഷം ആ രൂപം കൊണ്ടുവരിക. ഇത് എളുപ്പമാണെന്ന് മനസ്സിലാക്കുന്നുണ്ടല്ലോ. അതോ കഠിനമായി തോന്നുന്നുണ്ടോ? കഠിനമായി തോന്നുകയില്ല. കാരണം ഈ വ്യായാമം നിങ്ങൾ പലതവണ ചെയ്തിട്ടുള്ളതാണ്. ഓരോ കൽപ്പത്തിലും ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ തന്നെ രൂപമാണ് മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഓരോ രൂപവും മുന്നിലേക്ക് വരുമ്പോൾ എല്ലാ രൂപത്തിൻ്റെയും വിശേഷതകൾ അനുഭവപ്പെടും. ചിലപ്പോൾ പല കുട്ടികളും പറയുന്നു, ഞങ്ങൾ ഈ രൂപങ്ങളുടെ അനുഭവം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ മനസ്സ് മറ്റെവിടെയോ പോകുന്നു. എത്ര സമയം എവിടെ മനസ്സ് കേന്ദ്രീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അത്രയും സമയം അതിനു പകരം വ്യർത്ഥവും യഥാർത്ഥവുമായ സങ്കല്പങ്ങളിലേക്ക് പോകുന്നു. ചിലപ്പോൾ മനസ്സിൽ അലസത വരുന്നു. ബാബ്ദാദ ഓരോ മണിക്കൂറിലും
5 സെക്കൻഡ് അല്ലെങ്കിൽ 5 മിനിറ്റ് ഈ വ്യായാമം അനുഭവം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. 5 മിനിറ്റ് ചെയ്തതിനു ശേഷം മനസ്സിനെ ഈ ദിശയിലേക്ക് നയിക്കുക. നടക്കുന്നത് നല്ലതാണ് അല്ലേ? പിന്നെ ജോലി ചെയ്യേണ്ടതിനാൽ ജോലിയിൽ മുഴുകൂ. ജോലി ചെയ്യാതെ നടക്കരുത്. എല്ലാവരും യജ്ഞസേവനവും വിശ്വസേവനവും ചെയ്യണം. ഈ 5 മിനിറ്റ് ഡ്രില്ല് ചെയ്ത ശേഷം നിങ്ങളുടെ ജോലിയിൽ മുഴുകൂ. 5 സെക്കൻഡ് അല്ലെങ്കിൽ 5 മിനിറ്റ് ചെയ്യൂ. ഇത്രയും സമയം പോലും ലഭിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? കൈ ഉയർത്തൂ. 5 മിനിറ്റ് പോലും ഇല്ലാത്തവരായി ആരുമില്ല. ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും മാറ്റിവെക്കാൻ കഴിയും. അതിനാൽ ഈ വ്യായാമം വീണ്ടും വീണ്ടും ചെയ്യുക. ജോലി ചെയ്യുമ്പോഴും ഈ ലഹരി ഉണ്ടായിരിക്കും. കാരണം ബാബയുടെ മന്ത്രമാണ് മന്മനാ ഭവ. ഈ മനസ്സിന്റെ മന്ത്രത്തിന്റെ അനുഭവത്തിലൂടെ മായാജീതാകുന്നതിന്റെ ഉപകരണമായി മാറും. കാരണം സമയം മുന്നോട്ടു പോകുമ്പോൾ അതിനനുസരിച്ച് ഒരു നിമിഷത്തിനുള്ളിൽ പൂർണ്ണ വിരാമം ഇടേണ്ടി വരുമെന്ന് ബാബ് ദാദ പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ഈ വ്യായാമം ചെയ്യുന്നത് മന്മനാഭവയാകാൻ സഹായിക്കും. കാരണം ബാബ് ദാദ കണ്ടു, ആർക്കെങ്കിലും പ്രസംഗം നടത്തുമ്പോഴോ സന്ദേശം നൽകുമ്പോഴോ എന്താണ് പറയുന്നത്? നമ്മൾ ലോകം പരിവർത്തനം ചെയ്യാൻ പോകുന്നവരാണ്. അതിനാൽ എപ്പോൾ വിശ്വപരിവർത്തനം ചെയ്യണമെങ്കിലും ആദ്യം നിങ്ങളുടെ മനസ്സിനെ വളരെ ശക്തിശാലി ആക്കുക. ഏത് സമയത്ത് എന്ത് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നുവോ മനസ്സിന് ആ സങ്കല്പമെടുക്കാൻ കഴിയണം. ഒരു നിമിഷത്തിനുള്ളിൽ ആജ്ഞകൾ നൽകുക. ഈ ശരീരത്തിനും കർമ്മേന്ദ്രിയങ്ങൾക്കും ആജ്ഞ നൽകുന്നതുപോലെ മുകളിൽ പോകൂ, താഴെ വരൂ എന്ന് ചെയ്യാറില്ലേ? ഈ രീതിയിൽ മനസ്സ് വ്യർത്ഥവും അയഥാർത്ഥവുമായതിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കണം. മനസ്സിന്റെ യജമാനനാകണം. എൻ്റെ മനസ്സ് എന്നല്ലേ പറയുന്നത്? അപ്പോൾ എൻ്റെ ഇത്രയും ആജ്ഞ അനുസരിച്ചിരിക്കണം. അതിനായി മനസ്സിന്റെ വ്യായാമം പറഞ്ഞു തന്നു. ഓരോ കുട്ടിയും മനസ്സിനെ ജയിക്കുന്നവനും ലോകത്തെ ജയിക്കുന്നവനും ആകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് ബാബ് ദാദ കണ്ടു. അതിനാൽ വരാനിരിക്കുന്ന സമയത്തിനു മുൻപ് മനസ്സിനെ ആഗ്രഹിക്കുന്നിടത്ത് സഹജമായി ഉറപ്പിക്കുന്നതിൻ്റെ അഭ്യാസം വേണം. ഇന്ന് ബാബ് ദാദ ആഗ്രഹിക്കുന്നതിതാണ്, ഓരോ കുട്ടിയും അങ്ങനെ ശക്തിശാലിയായി മാറണം. എന്ത് സങ്കല്പം ചെയ്താലും അതിനനുസരിച്ച് മനസ്സും ബുദ്ധിയും സംസ്കാരവും ആജ്ഞ അനുസരിക്കണം. ഈ അഭ്യാസമുള്ളവർ തീർച്ചയായും ജഗത് ജീത്തായി മാറും. ബാബ് ദാദയോടും കുടുംബത്തോടും എല്ലാവർക്കും സ്നേഹമുണ്ട്. കുട്ടികൾ നല്ല കൗശലം കാണിച്ചിരിക്കുന്നു. എൻ്റെ ബാബ, എൻ്റെ ബാബ എന്ന് വിളിച്ച് എൻ്റേതാക്കി മാറ്റി. ഓരോ കുട്ടിയും നിശ്ചയത്തോടെ എൻ്റെ ബാബ എന്ന് പറയുന്നു. ബാബയും എൻ്റെ കുട്ടി എന്ന് പറയുന്നു. ഈ എൻ്റെ എന്ന വാക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ഓരോരുത്തരുടെയും ഹൃദയത്തിൽ എത്ര ഉത്സാഹമാണ് ഉള്ളത്. എൻ്റെ ബാബ, പ്രിയപ്പെട്ട ബാബ. ബാബയും എപ്പോഴും എൻ്റെ കുട്ടികൾ എന്ന് പറയുന്നു. മായയുടെ എന്ത് ആക്രമണം ഉണ്ടായാലും പകുതി കൽപ്പം മായയെ നിങ്ങൾ സ്വന്തമാക്കിയില്ലേ? മായയ്ക്കും നിങ്ങളോട് സ്നേഹം കാണുമല്ലോ. അതുകൊണ്ട് വീണ്ടും വീണ്ടും വരാൻ പരിശ്രമിക്കുന്നു. എന്നാൽ ആര് ഹൃദയം കൊണ്ട് എൻ്റെ ബാബ എന്ന് പറയുന്നുവോ അപ്പോൾ ബാബയുടെ സഹയോഗം ലഭിക്കുന്നു.
ഒരു പ്രാവശ്യം ഹൃദയം കൊണ്ട് എന്റെ ബാബ എന്നു പറഞ്ഞാൽ 1000 തവണ ശക്തിശാലിയായ സഹയോഗം നൽകാൻ ബാബ ബാധ്യസ്ഥനാണ്. അനുഭവമുണ്ടല്ലോ. സമയം വരുമ്പോൾ ഈ അനുഭവം പ്രായോഗികമാക്കുക. കുട്ടികളുടെ ഒരു കാര്യം കണ്ട് ബാപ്ദാദ മനസ്സിൽ പുഞ്ചിരിക്കുന്നു. ഏത് കാര്യമാണെന്ന് അറിയാമോ? എല്ലാവരും പറയുന്നു, ബാബയാണ് ഞങ്ങളുടെ ലോകം. പറയാറില്ലേ, ബാബ മാത്രമാണ് ഞങ്ങളുടെ ലോകം. അങ്ങനെയുള്ളവർ കൈകൾ ഉയർത്തൂ. ശരി, ബാബ മാത്രമാണ് ലോകം, മറ്റൊരു ലോകമില്ല അല്ലേ? ലോകം മറ്റൊന്നില്ല. പക്ഷേ മറ്റെന്താണുള്ളത്? സംസ്കാരം. ബാബ മാത്രമാണ് ലോകം, മറ്റൊരു ലോകമില്ല. ലോകമില്ല, പക്ഷേ സംസ്കാരം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇപ്പോൾ സമയത്തിനനുസരിച്ച് ബാപ്ദാദ സംസ്കാരം എന്ന വാക്ക് ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നു. മായ്ക്കാൻ കഴിയുമോ? മായ്ക്കാൻ കഴിയുമോ? സംസ്കാരങ്ങൾ വിഘ്നരൂപമാകില്ലെന്ന് മനസ്സിലാക്കുന്നവർക്ക് ഈ ദൃഢസങ്കല്പമെടുക്കാൻ കഴിയും. ദൃഢപുരുഷാർത്ഥത്തിലൂടെ അവസാനിപ്പിക്കണം എന്ന ദൃഢപുരുഷാർത്ഥം ഇന്നും ചെയ്യാൻ കഴിയും. ചെയ്തേക്കാം, ചിന്തിക്കാം, നോക്കാം എന്നല്ല, ചെയ്യണം. സംസ്കാരത്തിന്റെ ജോലിയാണ് വരിക. സമാപ്തമാക്കേണ്ടത് കുട്ടികളുടെ ജോലിയാണ്. ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ? മുൻപും കൈ ഉയർത്തിയതാണ്. പക്ഷേ എടുത്ത സങ്കല്പം നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ആരാണോ കരുതുന്നത് ബാബ പറഞ്ഞതാണ്, ബാബയുടെ ജോലിയാണ് ലക്ഷ്യം നൽകുന്നത്. കുട്ടികളുടെ കടമയാണ് ബാബ പറഞ്ഞത് ചെയ്യണം. ഭക്തർ ശിവരാത്രി ആഘോഷിക്കാൻ ഒരു തീയതി നിശ്ചയിച്ചതുപോലെ ഇതിനും ഒരു തീയതി നിശ്ചയിക്കുക. ശരി, ഒരുമിച്ച് എല്ലാവരുടെയും തീയതി നിശ്ചയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഓരോരുത്തർക്കും സ്വന്തം തീയതി നിശ്ചയിക്കാമല്ലോ. ചെയ്യാൻ കഴിയുമോ? ചെയ്യാൻ കഴിയുമെങ്കിൽ കൈകൾ ഉയർത്തുക. അപ്പോൾ ചെയ്തോ? ചെയ്യാൻ കഴിയുമോ? എങ്കിൽ ചെയ്തു. ഡബിൾ വിദേശികൾ തീയതി നിശ്ചയിച്ചോ? ശരി, മുൻപിലിരിക്കുന്നവർ നിശ്ചയിച്ചോ? നിശ്ചയിച്ചോ? ഏത് തീയതിയാണോ നിശ്ചയിച്ചത് അത് ബാപ്ദാദയ്ക്ക് എഴുതി കൊടുക്കുക. ബാപ്ദാദയും കുട്ടികൾക്ക് പരീക്ഷയിൽ വിജയിക്കാനുള്ള ധൈര്യം നൽകും. പിന്നീട് പാട്ടുപാടും, ആഹാ കുട്ടികളെ ആഹാ. ചടങ്ങ് ആഘോഷിക്കും. ആരൊക്കെ സങ്കല്പം വെച്ചുവോ അതിനനുസരിച്ച് പ്രായോഗികമാക്കുകയും ചെയ്യുന്നവർക്കായി ചടങ്ങ് ആഘോഷിക്കും. കാരണം വ്യത്യാസം വന്നുകൊണ്ടേ ഇരിക്കുമല്ലോ. ഏത് തീയതിയാണോ നിശ്ചയിക്കുന്നത് അതിൽ മുന്നോട്ടു പോകുന്നതിനായി സമീപത്ത് എത്തുമല്ലോ. വ്യത്യാസം ഉണ്ടാകാൻ തുടങ്ങും. ആരുടെയാണോ തീയതി അനുസരിച്ച് പൂർത്തിയാക്കുന്നത് അവരുടെ ചടങ്ങ് ബാപ്ദാദ ആഘോഷിക്കും. അകത്ത് എന്ത് ചെയ്താലും കാണുന്നവരും സ്ഥിരീകരിക്കും. കാരണം സമ്പർക്കത്തിൽ വരുമല്ലോ. ആരുടെയെങ്കിലും ഒപ്പമാണ് സംസ്കാരം പുറത്തു വരുന്നത്. കാരണം എല്ലാ കുട്ടികൾക്കും ഈ ശുദ്ധമായ ലഹരി ഉണ്ടെന്ന് ബാപ്ദാദ കണ്ടു. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്. മാസ്റ്റർ ആണല്ലോ. മാസ്റ്റർ സർവശക്തിവാനാകുമ്പോൾ സങ്കല്പം പൂർത്തിയാക്കണം. ഇതും ശക്തിയാണല്ലോ. ശരി, ഇന്ന് ആദ്യമായി വന്നവർ എഴുന്നേൽക്കൂ. എത്ര പേർ വന്നിട്ടുണ്ടെന്ന് നോക്കൂ. ബാപ്ദാദ അഭിനന്ദിക്കുന്നു. മധുബനിലേക്ക് വന്നതിന് അഭിനന്ദനങ്ങൾ, അഭിനന്ദനങ്ങൾ, അഭിനന്ദനങ്ങൾ. ബാപ്ദാദ മനസ്സിലാക്കുന്നുണ്ട്, ടു ലേറ്റ് ബോർഡ് വെക്കുന്നതിന് മുൻപ് എത്തിച്ചേർന്നതാണ്. അതിനാൽ ബാപ്ദാദയുടേത്
ഉണ്ട്. ഒപ്പം മുഴുവൻ കുടുംബത്തിൻ്റെയും നിങ്ങൾക്ക് എല്ലാവരോടുമുള്ള ശുഭമായ ആഗ്രഹമാണ്. സദാ ഡബിൾ പുരുഷാർത്ഥം ചെയ്ത് അവസാനം വന്നാലും വേഗത്തിൽ പോകാൻ കഴിയും. ധൈര്യമുണ്ടോ? ഇന്ന് വന്നവർക്ക് ഈ ധൈര്യമുണ്ട്. അവസാനം വന്നാലും വേഗം പോയി ഒന്നാമതെത്താം. ഒന്നാം സ്ഥാനത്ത്. ഒന്നാമത് മാത്രമല്ല, ഒന്നാം ക്ലാസ്സിൽ ഒന്നാമത് എത്തൂ. വേഗത്തിൽ പോയി ഒന്നാമതെത്താമെന്ന് കരുതുന്നവർ കൈ ഉയർത്തൂ. നിങ്ങളിൽ നിശ്ചയമുണ്ടോ? ശരി, സാധിക്കുമെങ്കിൽ പിന്നിലിരിക്കുന്നവർ കൈകൾ ഉയർത്തൂ. ശരി, കുറച്ചു പേരാണ്. എന്നിട്ടും മുഴുവൻ കുടുംബവും ബാപ്ദാദയും നിങ്ങൾക്ക് സഹയോഗം നൽകി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ ഏത് സേവാകേന്ദ്രത്തിൽ നിന്നാണോ വന്നത്, ആ സേവാകേന്ദ്രത്തിൽ നിങ്ങളുടെ ഈ വാഗ്ദാനം വീണ്ടും വീണ്ടും ഓർമ്മിക്കുക. സാധ്യമാണ്, അസാധ്യമല്ല. അത് സാധ്യമാണ്. പക്ഷേ ഇരട്ടി ശ്രദ്ധ നൽകുക. അവസാനം വന്നിട്ട് വേഗത്തിൽ പോയി കാണിച്ചാൽ സേവാകേന്ദ്രത്തിൽ നിങ്ങളുടെ തീവ്ര പുരുഷാർത്ഥത്തിന്റെ ദിവസം ആഘോഷിക്കും. ചടങ്ങ് നടത്തും. എത്രയും വേഗത്തിൽ ബാബയ്ക്ക് സമാനമായി കാണിക്കാനുള്ള ഉത്സാഹം എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട്. കുട്ടികൾ അമൃതവേളയിൽ ബാബയോട് സംസാരിക്കുമ്പോൾ ബാപ്ദാദയും സന്തോഷിക്കുന്നു. ആഹാ കുട്ടികളെ, ആഹാ! പഴയവരോ പുതിയവരോ ആകട്ടെ, ബാബ ഓരോ കുട്ടികൾക്കും ഹൃദയത്തിൽ നിന്ന് ധാരാളം ആശീർവാദങ്ങൾ നൽകുന്നു. നിങ്ങളുടെ ഒരു ചുവടിന് ബാബയുടെ സഹായത്തിന്റെ 1000 ചുവടുകളാണ്. കാരണം ഇപ്പോൾ സമയത്തിന്റെ മാറ്റം വളരെ വേഗത്തിലാണ് സംഭവിക്കുന്നത്. ശരി, ഡൽഹി, ആഗ്ര മേഖലകളുടെ സേവനത്തിനുള്ള ഊഴമാണിത്. ഡൽഹി തുടക്കം മുതൽ സേവനത്തെക്കുറിച്ച് പുതിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ബാപ്ദാദ കേട്ടു. ചെയ്തിട്ടുണ്ട്. ഡൽഹി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സേവനത്തിനായി ഏതെങ്കിലും പുതിയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവരൂ. നടക്കുന്ന പ്രഭാഷണങ്ങളും പരിപാടികളും നല്ലതാണ്. കാരണം അതിലൂടെ അഭിവൃദ്ധി ഉണ്ടാകുകയും സംബന്ധത്തിൽ വരികയും ചെയ്യുന്നു. ഇപ്പോൾ നടക്കുന്നതും നല്ലതാണ്. പക്ഷെ ഇപ്പോൾ ഈ പരിപാടികൾ വളരെ കാലമായി നടക്കുന്നു. ഇപ്പോൾ ഏതെങ്കിലും പുതിയത് കൊണ്ടുവരികയാണെങ്കിൽ സേവ ചെയ്യുന്നവർക്ക് പുതിയ ഉന്മേഷവും ഉത്സാഹവും വരും. ചെയ്യുമല്ലോ, നല്ലതാണ്. എല്ലാവരെയും ഉത്സാഹത്തിലേക്ക് കൊണ്ടുവന്ന് എല്ലാവരെയും അതിൽ ബിസിയാക്കണം. ഈ വലിയ പരിപാടികളിൽ പ്രഭാഷണം ചെയ്യുന്നവർ തിരക്കിലാണ്. മറ്റുള്ളവർ പിന്തുണയ്ക്കുന്നു. അതും പ്രധാനമാണ്. അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യം കണ്ടെത്തണം. ഓരോ വിശേഷതയുള്ളവരും എന്തെങ്കിലും ചെയ്ത് ബിസിയായിട്ട് ഇരിക്കണം. കാരണം ഡൽഹിയാണ് രാജധാനിയാകുന്നത്. അപ്പോൾ ഡൽഹിയിലുള്ളവരുടെ അത്തരമൊരു കണ്ടുപിടുത്തം കൊണ്ടുവരണം. ശരി, ശരി, എല്ലാവരും ചെയ്യുമോ? കൈകൾ ഉയർത്തുക. നല്ലതാണ്. ആർക്കും ചെയ്യാൻ കഴിയും. പുതിയവർക്കും കൊണ്ടുവരാം. മറ്റാർക്കെങ്കിലും ഏതെങ്കിലും സങ്കല്പമുണ്ടെങ്കിൽ ഇവിടെ ഹെഡ് ഓഫീസിലോ മധുബൻ ഓഫീസിലോ എഴുതാം. എല്ലാവർക്കും അവസരമുണ്ട്. ശരി, ഡൽഹിയിൽ നിന്നുള്ളവർ പുരുഷാർത്ഥത്തിൽ 1ാം സ്ഥാനം കൈവരിക്കണം. ഇന്ത്യയിലോ വിദേശത്തോ ഉള്ള ഏത് സേവാ കേന്ദ്രവും അതിൻ്റെ കണക്ഷനിലുള്ള കേന്ദ്രവും 6 മാസത്തേക്ക് നിർവിഘ്നമായി ഇരുന്ന് കാണിക്കണമെന്ന് ബാപ്ദാദ വളരെ കാലമായി പറഞ്ഞിട്ടുണ്ട്. ഒരു വിഘ്നങ്ങളും വരരുത്. നിർവിഘ്നം. ഇതിൽ 1ാം സ്ഥാനം നേടിയാൽ
അവരുടെയും നിർവിഘ്നമായിരിക്കുന്നതിൻ്റെ ദിവസം ആഘോഷിക്കും. ഇപ്പോൾ 6 മാസമാണ് പറയുന്നത്. 6 മാസം പരിശീലിച്ചാൽ ഭാവിയിലും ശീലമാകും. എന്നാൽ പ്രതിഫലം ലഭിക്കാൻ 6 മാസത്തെ സമയം നൽകുന്നു. അപ്പോൾ ഡൽഹി ഏത് സ്ഥാനം നേടും? 1-ാം സ്ഥാനം. ബാബ് ദാദയ്ക്ക് സന്തോഷമുണ്ട്. മുഴുവൻ കുടുംബത്തിനും സന്തോഷമുണ്ട്. സന്തുഷ്ടതയുടെ പ്രസിദ്ധി ഉണ്ടാകണം. സേവനത്തിലായാലും ഉണ്ടാക്കിയ നിയമങ്ങളിലായാലും ആ നിയമങ്ങൾ പരിശോധിക്കണമെന്ന് ബാബ് ദാദ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ പേരുകളൊന്നും ഉയർന്നു വന്നിട്ടില്ല. സോൺ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ കേന്ദ്രങ്ങളാണോ അവരുടെ ബന്ധമുള്ള സേവാകേന്ദ്രങ്ങൾ ഇത്രയെങ്കിലും ചെയ്താൽ ബാബ് ദാദ നോക്കും. ഇപ്പോൾ വേഗതയിൽ ചുവടുകൾ മുന്നോട്ട് വയ്ക്കണം. കാരണം എന്ത്? പെട്ടെന്ന് എന്തും സംഭവിക്കാം. തീയതി പറയില്ല. ശരി. ആഗ്ര സബ് സോൺ. ഗവൺമെന്റിന്റെ പട്ടികയിൽ ആഗ്ര പ്രശസ്തമാണ്. അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യമോ സേവനമോ ആഗ്ര ചെയ്യണം. സർവശക്തനായ ഗവൺമെന്റിലും പ്രശസ്തമാകണം. ആഗ്ര അതുപോലെ ഏതെങ്കിലും സേവനം കണ്ടെത്തണം. ആഗ്രയിൽ താജുണ്ട്. അതുപോലെയുള്ള എന്തെങ്കിലും ചെയ്യുക. പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷയ്ക്ക് അഭിനന്ദനങ്ങൾ. നിങ്ങൾ എന്ത് ചെയ്യും? എന്നാൽ എത്ര സമയത്തിനുള്ളിൽ ചെയ്യും? ബ്രാക്കറ്റിൽ മേള സംഘടിപ്പിക്കും, മെഗാ പ്രോഗ്രാം സംഘടിപ്പിക്കും. എല്ലാവരും മെഗാ പ്രോഗ്രാമുകൾ ചെയ്യുന്നു. പക്ഷേ ഒരു സോണും ചെയ്യാത്ത പുതിയ കണ്ടുപിടുത്തങ്ങൾ ചെയ്യൂ. കാരണം ആഗ്ര എല്ലാവരും കാണേണ്ടതാണ്. അതിനാൽ ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ കിരീടം പോലെ പ്രചാരണമുണ്ടെങ്കിൽ ആഗ്ര അതിൽ പ്രശസ്തമാണ്. അത്തരം എന്തെങ്കിലും കാര്യം ചെയ്യുക. ചിന്തിക്കുക. അമൃതവേളയിലിരുന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഏതെങ്കിലും നിർദ്ദേശം ലഭിക്കും. ശരി. ടീച്ചേഴ്സ് കൈകൾ ഉയർത്തുക. ധാരാളമുണ്ട്. അതിനാൽ അത്ഭുതങ്ങൾ ചെയ്യുക. ബാബ് ദാദ എല്ലാ കുട്ടികളോടും ഇതാണ് പറയുന്നത്. ഇപ്പോൾ ഏതെങ്കിലും നവീനത ചെയ്യൂ. എന്ത് നടക്കുന്നുണ്ടോ സമയത്തിനനുസരിച്ച് സംഭവിക്കുന്നത് നവീനതയാണ്. പക്ഷേ ഇനി കൂടുതൽ നവീനത കണ്ടുപിടിക്കുക. ഏത് സോൺ ചെയ്യുകയാണെങ്കിലും പുതുതായി എന്തെങ്കിലും കൊണ്ടുവരൂ. എല്ലാ കുട്ടികളും ബാബ് ദാദയ്ക്ക് പ്രിയപ്പെട്ടവരാണ്. വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയവരാണ്. ബാബയും ഇതാണ് ആഗ്രഹിക്കുന്നത്. പറന്നുകൊണ്ടേയിരിക്കൂ. മറ്റുള്ളവരെയും പറത്തിക്കൊണ്ടേയിരിക്കൂ. നാനാഭാഗത്തുമുള്ള കുട്ടികൾ ബാബയുടെ ഹൃദയത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. ഓരോ കുട്ടിയും ഈ ലക്ഷ്യം വീണ്ടും വീണ്ടും സ്മൃതിയിൽ കൊണ്ടുവരുന്നു. നമ്മൾ തീവ്ര പുരുഷാർത്ഥം ചെയ്ത് ബാബയെ പ്രത്യക്ഷമാക്കണം. എല്ലാവരുടെയും ഹൃദയം പറയുന്നു, എന്റെ ബാബ വന്നിരിക്കുന്നു. അങ്ങനെയുള്ള ഉന്മേഷത്തിന്റെയും ഉത്സാഹത്തിന്റെയും സങ്കല്പം ഈ സമയത്ത് ബാബ് ദാദയുടെ അടുത്ത് എത്തുന്നു. ഈ ഉന്മേഷവും ഉത്സാഹവും ഭൂരിപക്ഷത്തിന്റെയും ഹൃദയത്തിൽ വന്നിരിക്കുന്നു. ബാബ് ദാദയുടെ ആഗ്രഹം ഇതാണ്, എത്രയും വേഗം ഈ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കണം. ആരും വഞ്ചിതരാകരുത്. ഏതെങ്കിലും സമ്പത്ത് നേടണം. ജീവൻ മുക്തി അല്ലെങ്കിൽ സ്നേഹത്തോടെ മുക്തിയുടെ സമ്പത്തെങ്കിലും സ്വീകരിക്കുക. കാരണം ബാബയ്ക്ക് എല്ലാവർക്കും സമ്പത്ത് നൽകണം. എത്ര പേർക്ക് സമ്പത്ത് നൽകുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് സ്വന്തം രാജ്യത്തിലെ രാജ്യാധികാരി ആകുന്നതിൻ്റെ സമ്പത്ത് ലഭിക്കും. എല്ലായിടത്തും ഓരോ കുട്ടികളും ബാബ്ദാദയുടെ വളരെയധികം സ്നേഹവും ആശീർവാദങ്ങളും സ്വീകരിക്കുക. വരദാനം
ത്യാഗവും തപസ്യയിലും കൂടി സർവരുടെയും സഫലത പ്രാപ്തമാക്കുന്ന സർവരുടെയും കല്യാണക്കാരിയായി ഭവിക്കട്ടെ. സ്ഥൂലമായ അഗ്നി അകലെ വരെയും അതിന്റെ അനുഭവം ചെയ്യിപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ തപസ്യയുടെയും ത്യാഗത്തിന്റെയും തിളക്കം അകലെ നിന്ന് തന്നെ സർവരെയും ആകർഷിക്കുന്നു. സേവാധാരിയോടൊപ്പം ത്യാഗി തപസ്വി മൂർത്തിയാകൂ. അപ്പോൾ സേവനത്തിന്റെ പ്രത്യക്ഷ ഫലം കാണപ്പെടും. ത്യാഗി എന്നാൽ ഒരു പഴയ സങ്കല്പവും സംസ്കാരവും കാണപ്പെടരുത്. തപസ്വി എന്നാൽ ബുദ്ധിയുടെ സ്മൃതിയും ദൃഷ്ടിയിലൂടെ ആത്മീയ രൂപമല്ലാതെ മറ്റൊന്നും കാണപ്പെടരുത്. ഏത് സങ്കല്പം വന്നാലും അതിൽ ഓരോ ആത്മാവിൻ്റെയും മംഗളം അടങ്ങിയിരിക്കണം. അപ്പോൾ സർവരുടെയും കല്യാണക്കാരി എന്ന് പറയാം. സ്ലോഗൻ: ദേഹബോധത്തിൽ നിന്ന് ഉപരിയായിരിക്കുന്നതിനായി ചിത്രം കാണാതെ ചൈതന്യത്തെയും ചരിത്രത്തെയും നോക്കൂ. അവ്യക്ത സൂചന: സദാ ഹർഷിതമായിരിക്കുന്നതിനായി നിങ്ങളുടെ സ്വഭാവം സരളമാക്കൂ. സഹനശീലത ഉള്ളവരാകൂ. നിങ്ങളെല്ലാവരും മാസ്റ്റർ വിശ്വനിർമ്മാതാക്കളാണ്. ഈ സ്മൃതിയിലൂടെ സഹജമായി നിർമ്മാണതയുടെ ഗുണം വന്നു ചേരും. എവിടെയാണോ നിർമ്മാണത, അതായത് സരളത സ്വാഭാവികമായി ഉള്ളത്, അവിടെ മറ്റു ഗുണങ്ങളും സ്വാഭാവികമായി വന്നു ചേരും. സദാ ഈ സ്മൃതി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്തിട്ട് ഓരോ സങ്കല്പവും കർമ്മവും ചെയ്യൂ. പിന്നീട് ഈ എതിർക്കാൻ വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ വയസ്സിന്റെ മുന്നിൽ ചെറിയ കുട്ടികളുടെ കുട്ടിത്തത്തിന്റെ കളിയായി അനുഭവപ്പെടും. അവർക്കതിന്റെ ഒരു പ്രഭാവവും ഉണ്ടാകില്ല. ഓം ശാന്തി.